അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയായിട്ട് ഗോതമ്പ് മാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആട്ടോ. വൈകുന്നേരത്തെ 4 മണിൻ്റെ ചായക്കും കഴിക്കാം കേട്ടോ. എന്നാൽ വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമ്മൾ തേങ്ങ ചെരി വെച്ചിട്ടുണ്ട്, മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ട്, അതും ചേർക്കുക. പാന് വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത്. നെയ്യുള്ളവർ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നവർ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായും ചെറിയ ജീരകവും കൂടി നമ്മൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടിയതിന് ശേഷം കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം എന്താ പറയുക, ഒരു കളറ് മാറുന്ന രീതിയിലൊന്നും വാട്ടണ്ട, ഒരു പച്ചപ്പ് മാറുന്ന രീതിയിൽ വാട്ടിയെടുക്കാം. പിന്നെ നമുക്ക് മധുരം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വെല്ലം ചേർക്കുന്നവർക്ക് വെല്ലവും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ആവശ്യമുള്ളവർ ചേർത്താൽ മതിയേ. ഇനി നമുക്ക് ചപ്പാത്തി മാവായിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. കട്ട് ചെയ്ത് ഷേപ്പായിട്ടും പരത്തിയെടുക്കാം, അല്ല ഷേപ്പിൽ പരത്തിയെടുക്കുന്നവർക്ക് അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ പരത്തിയെടുക്കുക. കട്ടി കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. ഇത് നമ്മൾ ആ ഫില്ലിങ് ഉണ്ടല്ലോ, ഫില്ലിങ് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ പിന്നെ പാത്രമൊന്നും മാറ്റിയിട്ടില്ല, കാരണം നമുക്കറിയാലോ കഴുകാൻ ഒത്തിരി പാത്രം ഉണ്ടാവില്ലേ. അതുകൊണ്ട് നമ്മൾ തണിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ പാനിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രമൊക്കെ മാറ്റി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കാം. നല്ലോണം യോജിപ്പിച്ച് മടക്കണം കേട്ടോ. ഇല്ലേ ഫില്ലിങ് പുറത്ത് വരും. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. തിരിച്ചും മറിച്ച് ഇതുപോലെ കട്ടി ഉറച്ച് പരത്തിയെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഉള്ളിൽ നേന്ത്രപ്പഴവും തേങ്ങയും പഞ്ചസാരയൊക്കെയാണ്. നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നട്ട്സൊക്കെ വേണം, നട്ട്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ചേർക്കണ്ട. നമ്മൾ നല്ലോണം യോജിപ്പിച്ചില്ലെങ്കിൽ പുറത്തേക്ക് പൊട്ടിപ്പോരും കേട്ടോ. ഇതുപോലെ 2 സൈഡിൽ നിന്ന് എടുക്കുക. ഈ 2 സൈഡും ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ചപ്പാത്തി മാവ് പരത്തുന്നൊരു ടൈമാണ് നമുക്ക് കുറച്ച് വരുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്യാത്തവർ, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാൻ മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വാട്ടിയ ആ പാനിൽ തന്നെ ഇതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ 2 സൈഡും മറിച്ചൊക്കെ ഇട്ട് നല്ല മുരിഞ്ഞതിന് ശേഷം എടുക്കാം. നമുക്കിത് സാധാരണ പാനിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ തേക്കാതെ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അധികം എണ്ണയുടെ ആവശ്യമില്ലാത്തവർ സാധാരണ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കും പോലെ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ മുരിച്ചെടുത്ത ഈ ഒരു രീതി ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് രാവിലേക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. വൈകുന്നേരം 4 മണിക്കൊക്കെ ആയാലും ചായക്ക് ഹെൽത്തി ആയിട്ട് എന്താ പറയുക കഴിക്കാം. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു രീതിയിൽ. നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി അടുത്ത വീഡിയോയിൽ. ഓക്കെ.